ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സേഫായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സേഫാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ ആയില്ലേ നമ്മൾ റെസിപ്പീസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡോണറ്റ്സ് ആണ്. ഡോണറ്റ്സിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. എല്ലാം ഈ ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് കേട്ടോ ഞാനൊക്കെ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് 2 മുട്ടയാണ് ചേർക്കുന്നത്. വാനില എസൻസ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മുട്ടയുടെ സ്മെല്ല് ഇല്ലാതാവും. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലോണം ഷുഗറൊക്കെ നമുക്ക് നന്നായിട്ട് അതിൽ മെൽറ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 3 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കതിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 1-2 മണിക്കൂർ വരെ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എയറൊന്നും കിടക്കാത്ത രീതിയിൽ നല്ലപോലെ അടച്ച് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇത് 1-2 മണിക്കൂറിന് ശേഷം നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് നല്ലപോലെ പൊന്തി വന്നിങ്ങനെ പഞ്ഞി പോലെയുണ്ട്. നമുക്കതിങ്ങനെ വലിച്ച് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇപ്പം നമുക്കത് നന്നായിട്ട് ഇനി കുഴച്ചെടുക്കണം. നല്ലപോലെ കുഴച്ചെടുത്ത ശേഷം ഞാൻ അതിൽ നിന്നൊരു കുറച്ച് മാവ് എടുത്തിട്ട് ബാക്കിയുള്ളത് അതേപോലെ അടച്ചു വെക്കണം. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അതുകൊണ്ട് നമുക്കത് കുറച്ചെടുത്തിട്ട് ബാക്കി അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് ഓയിൽ തടവിയിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കതൊരു റോളർ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കും. അപ്പോൾ നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക. എന്നാലേ അതിൻ്റെ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഡോണറ്റ് കട്ടർ ഉപയോഗിക്കാം. നമ്മളെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രം വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബോട്ടിലിൻ്റെ മൂടി എടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ നല്ല എണ്ണ ചൂടാവണം. എന്നിട്ട് അത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അതിൽ ഇട്ടിട്ട് വറുത്തെടുക്കാൻ. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്ക് എണ്ണ നല്ല ചൂടാവണം. എന്നിട്ട് നമുക്കത് ഇട്ട് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്കതിങ്ങനെ മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് എടുക്കാം. വല്ലാതെ ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ അതിനൊരു കയ്പ്പ് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള ടോപ്പിംഗ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലായിട്ട് നമുക്ക് ഒരു ബൗൾ വെച്ചിട്ട് അതിൽ ചോക്ലേറ്റ് വെച്ചിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അത് മെൽറ്റാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വിപ്പിംഗ് ക്രീം ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കണ്ടൻസ് മിൽക്കും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കണം ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഇനി അത് ചൂടോടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഡോണറ്റ്സ് ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അത് ചൂടോടെ മുക്കുമ്പോൾ നമുക്കത് നന്നായിട്ട് ആ ഡോണറ്റ്സിൽ ചോക്ലേറ്റ് പിടിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന്. ഓരോന്നായിട്ട് നമ്മൾ ഇതേപോലെ ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഞാൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് അതിന് ഡെക്കറേഷൻക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മേലെ കുറച്ച് കണ്ടൻസ് മിൽക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ടാണ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പിടിക്കൂട്ടോ. അല്ലെങ്കിൽ ചോക്ലേറ്റ് അതും പാടെ അങ്ങോട്ട് മിക്സായി പോവും. ഇതിപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടും ചെയ്യുക, അല്ലെങ്കിൽ വേറെ ചോക്കോ ചിപ്സ് അങ്ങനെ പലതും ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ
അത് വെച്ചിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. എടുത്തോളെ. രസണ്ടാ? കഴിച്ച് നോക്ക്, ഫുള്ള് കഴിക്ക്. സൂപ്പർ. ആ നിങ്ങൾ കഴിക്ക്. രസണ്ടാ? അപ്പോൾ വളരെ ഈസി ആയിട്ടും നമ്മൾ സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഡോണറ്റിൻ്റെ ഒരു റെസിപ്പി ആയിരുന്നു ഞാനൊന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എല്ലാവരും വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഓരോരോ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ ഒരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ